സാഹിത്യത്തിൽ ഇപ്പോൾ സീത അല്ലെന്നുണ്ടെങ്കിൽ ചന്തു അല്ലെങ്കിൽ കർണൻ, ഭീമൻ ഇതെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളും അതിനകത്ത് നിന്നുള്ള പുതിയ കണ്ടെത്തലുകളും അതിൻ്റെ വിപുലീകരണം, അതിൻ്റെ ട്വിസ്റ്റിങ്, ഇതൊക്കെ സാധ്യമാണ്, സാഹിത്യത്തിൽ സാധ്യമാണ്. ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ പലതരം, അത് ക്വാളിറ്റി ക്രിറ്റിസിസം ആണോ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള സംഗതിയാണോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ സാഹിത്യത്തിന് ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാഹിത്യകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് മതവൽക്കരിക്കുമ്പോൾ, ഇത് ഒരേ സമയം സാഹിത്യമെന്നും മതം എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടാടുമ്പോൾ ഇതിനകത്ത് ഇത്തരം തരത്തിലുള്ള സ്വാതന്ത്ര്യം ഈ ക്രിട്ടിക്കിനും എഴുത്തുകാരനും നഷ്ടപ്പെടുന്നു. ഇതാണൊരു വലിയ പ്രശ്നം. ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു കഥ, ആ കഥയിൽ നായകനും നായികയ്ക്കും മതപരമായിട്ടുള്ള യാതൊരു കൊണോട്ടേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്താലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്നാൽ നായകൻ്റെ പേര്, നായികയുടെ പേര് മൈഥിലി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ദൈവത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ വരും. ഇപ്പം ഇവിടെയാണ് ഈ സാഹിത്യവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെയാണ്, സാഹിത്യവും മതവും തമ്മിലുള്ള വ്യത്യാസം. സാഹിത്യത്തിൽ ഇതെല്ലാം സാധ്യമാണ്. മൈഥിലി എന്ന് പറയുന്നൊരു കഥ അങ്ങനെ സീതയായിട്ട് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ സീത ഞങ്ങൾക്ക് ദേവിയാണ്, സീതയെ അപമാനിച്ചു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരു വിഷയം ഇവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഇവരുണ്ടാക്കാറുമുണ്ട്. അപ്പം ഇത് രണ്ടും രണ്ടാണ് സാഹിത്യവും ഈ മതവും തമ്മിലുള്ളത്.